നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ആദ്യ കളി അൽ ഹിലാലിനോട് സമനിലയിൽ പിരിഞ്ഞ റയൽ മാഡ്രിഡിന് ക്ലബ്ബ് വേൾഡ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ. ഇന്നാണ് അവരുടെ മത്സരം. എതിരാളികൾ പച്ചൂക്കയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കയ്ക്കെതിരെ റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത്. ഗ്രൂപ്പ് എച്ചിൽ നിലവിൽ സാൽസ്ബർഗാണ് 3 പോയിന്റുമായിട്ട് ഒന്നാമതുള്ളത്. റയലിന് 1 പോയിന്റാണ്, അൽ ഹിലാലിനും 1 പോയിന്റാണ്. അപ്പോൾ ഇന്ന് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് റയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന അവരുടെ സൂപ്പർ താരം എംബാപ്പയുടെ കാര്യം എന്താണ്? അദ്ദേഹം കളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം ഇന്നലെ സാബി അലോൺസോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒരു ഇൻറ്റൻസ് മാച്ചാണ് ഈ ഒരു കളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എംബാപ്പയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട്. അടുത്ത മത്സരത്തിന്, അതായത് സാൽസ്ബർഗിനെതിരെയുള്ള മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം റെഡിയാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നിപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറയുന്നു. എന്തായാലും ഈ കളിയിൽ വളരെ ഇൻറ്റൻസിറ്റിയുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കുന്നുവെന്നും ഞങ്ങൾക്ക് കഴിഞ്ഞ മത്സരം എങ്ങനെയാണോ അവസാനിപ്പിച്ചത് അതിനേക്കാൾ പോസിറ്റീവായിട്ട് ഈ മത്സരം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളതെന്നും കോച്ച് സാബി അലോൺസോ പറയുന്നു. എന്തായാലും ഈ കളിക്കായിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. കോർട്ടുവ, ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട്. ഡിഫൻഡർമാരായിട്ട് ട്രെൻഡ്, ലൂക്കാസ് വാസ്കസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ഹുയ്സൻ, യൂസഫ്, ജാക്കോബോ, അസെൻസിയോ, ഫോർട്ടി, ഡിയേഗോ അഗാഡോ എന്നിവരാണുള്ളത്. മധ്യനിരയിലേക്കുള്ളത് ബെല്ലിംഗാം, വാൽവർദെ, മോഡ്രിച്ച്, ഷൂമനി, ആർദ ഗ്യൂളർ, സെബയോസ്, ചീബ, വിക്ടർ മ്യൂനോസ്, മാരിയോ മാർട്ടിൻ എന്നിവരുണ്ട്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും റോഡ്രിഗോയും ബ്രാഹിമും ഗോൺസാലോയുമാണുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.